നമസ്കാരം. വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വോട്ടർ പട്ടിക വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രതിസ്ഥാനത്ത് നിർത്തി ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. സുരേഷ് ഗോപിയും സഹോദരനും കുടുംബാംഗങ്ങളും ആൾതാമസമില്ലാത്ത വീടിന്റെ പേരിൽ വോട്ട് ചേർത്തു. ഒരു ബൂത്തിൽ 25 മുതൽ 40 വോട്ടുകൾ വരെ BJP ക്രമക്കേടിലൂടെ ചേർത്തുവെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. വോട്ട് ക്രമക്കേടിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റെങ്കിൽ കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് VS സുനിൽകുമാറും രംഗത്തെത്തി. ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിൽ സുരേഷ് ഗോപിയും സഹോദരനും കുടുംബാംഗങ്ങളും ചേർത്തത് 11 വോട്ടുകൾ. തെരഞ്ഞെടുപ്പിന് ശേഷം ആ വീട് ബോംബെ കേന്ദ്രീകരിച്ച കമ്പനിക്ക് കൊടുത്തെന്ന് കോൺഗ്രസ്. ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ കുടുംബവും തൃശ്ശൂരിൽ വന്ന് വോട്ട് ചേർക്കുകയും പിന്നീട് അതിനുശേഷം അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്യാം. വോട്ടർ പട്ടിക ക്രമക്കേടിൽ തങ്ങളുടെ പരാതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ലെന്ന് നടിച്ചെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. ആരോപണം തെറ്റെങ്കിൽ കേസെടുക്കാനും വെല്ലുവിളി. അപ്പോൾ പരാതി കൊടുത്തിട്ടില്ല എന്ന് നമ്മുടെ ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ ഈ ആക്ഷേപം അടിസ്ഥാനരഹിതവും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാര്യമാണ്. തെളിവുകൾ നിരത്തിയുള്ള കോൺഗ്രസിന്റെ വിമർശനത്തെ അവഗണിക്കുകയാണ് BJP. 24 തൃശൂർ. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് K മുരളീധരൻ. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് 56,000-ൽ പരം വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടു. വോട്ടർ പട്ടിക ക്രമക്കേടിൽ തൃശൂരിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും K മുരളീധരൻ പറഞ്ഞു. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 56,000-ൽ പരം വോട്ടുകളാണ് അവിടെ ചേർത്തിരുന്നത്. അന്ന് തന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കളക്ടർക്ക്. പക്ഷേ അതിൻ്റെ ഒരു തുടരന്വേഷണം ഉണ്ടായില്ല. രാഹുൽ ഗാന്ധി ഉയർത്തിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണത്തിൽ രാജ്യവ്യാപക ക്യാമ്പയിൻ ആരംഭിക്കാൻ കോൺഗ്രസ്. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പ്രത്യേക യോഗം ചേരും. ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടകയിൽ കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ചേരുന്ന യോഗം തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിൽ നിന്നുള്ള 7 പാർട്ടികൾ ഉൾപ്പെടെ രാജ്യത്തെ 334 അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതോടെ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കാനുള്ള അനുമതിയും ആദായ നികുതി ഇളവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും നഷ്ടമാകും. തെരഞ്ഞെടുപ്പ് രംഗം ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2854 അംഗീകാരമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളായിരുന്നു രാജ്യത്ത് നിലവിലുണ്ടായിരുന്നത്. ഇതിൽ 334 പാർട്ടികളുടെ രജിസ്ട്രേഷനാണ് റദ്ദാക്കിയത്. കേരളത്തിൽ നിന്ന് ദേശീയ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി സെക്യുലർ, നേതാജി ആദർശ് പാർട്ടി, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് കേരള ബോൾഷെവിക്, സെക്യുലർ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നിവയും ഇതിലുൾപ്പെടും. 2019 മുതൽ 6 വർഷമായി ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാത്തതും ഭാരവാഹികളുടെയും ഓഫീസ് വിവരങ്ങളും കമ്മീഷൻ അറിയിക്കാത്ത പാർട്ടികളെയുമാണ് പട്ടികയിൽ നിന്ന് നീക്കിയത്. ഇവർക്ക് നോട്ടീസ് നൽകിയെങ്കിലും മറുപടി ലഭിച്ചിരുന്നില്ല. തുടർന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടിയെടുത്തത്. നിലവിൽ 6 ദേശീയ പാർട്ടികളും 67 സംസ്ഥാന പാർട്ടികളുമാണ് രാജ്യത്തുള്ളത്. തെരഞ്ഞെടുപ്പ് രംഗം ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ തുടരുമെന്ന് കമ്മീഷൻ അറിയിച്ചു. 24 ഡൽഹി. മെസ്സിയിൽ മറുപടിയില്ലാതെ. അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിൽ കരാർ ലംഘിച്ചത് സർക്കാർ എന്ന് വെളിപ്പെടുത്തി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. കരാർ വ്യവസ്ഥകൾ പൂർത്തീകരിക്കാൻ സർക്കാരിനായില്ലെന്ന് AFA ചീഫ് കൊമേഴ്ഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ ലിയാൻഡ്രോ പീറ്റേഴ്സൺ വ്യക്തമാക്കി. ലിയാൻഡ്രോയുമായുള്ള ചാറ്റ് 24 പുറത്തുവിട്ടു. അതേസമയം മുമ്പ് AFA പ്രതിനിധി എന്ന് വിശേഷിപ്പിച്ച പീറ്റേഴ്സനെ വെറും മാർക്കറ്റിംഗ് ഹെഡ് എന്ന് പറഞ്ഞ് തള്ളുകയാണ് ഇപ്പോൾ കായിക മന്ത്രി V അബ്ദുറഹിമാൻ. 24 ബിഗ് ബ്രേക്കിംഗ്. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാൻ നയാ പൈസ സർക്കാരിന് ചെലവായിട്ടില്ലെന്ന V അബ്ദുറഹ്മാന്റെ കള്ളത്തരം രേഖാസഹിതം പൊളിച്ചടുക്കിയ 24 കരാർ ലംഘിച്ചത് AFA എന്ന മന്ത്രിയുടെയും സ്പോൺസറുടെയും ഏകപക്ഷീയവാദവും പൊള്ളയെന്ന തെളിവ് പുറത്തുവിടുകയാണ്. 130 കോടി വാങ്ങി അർജന്റീന ടീം വഞ്ചിച്ചെന്ന സർക്കാരിന്റെയും സ്പോൺസറുടെയും ആരോപണത്തെക്കുറിച്ചായിരുന്നു AFA ചീഫ് കൊമേഴ്ഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ ലിയാൻഡ്രോ പീറ്റേഴ്സിനോട് സമൂഹമാധ്യമമായ ലിങ്ക്ഡിനിലൂടെയുള്ള ചോദ്യം. ഇതിനുള്ള ലിയാൻഡ്രോ പീറ്റേഴ്സിന്റെ മറുപടി ഇങ്ങനെ: അർജന്റീന കരാർ ലംഘിച്ചുവെന്ന ആരോപണം ശരിയല്ല, അങ്ങനെയൊന്ന് ഉണ്ടായിട്ടേയില്ല.
കേരള സർക്കാരാണ് കരാർ വ്യവസ്ഥകൾ പാലിക്കാതിരുന്നത്. അവരാണ് കരാർ ലംഘിച്ചത്. അതേസമയം ഏത് പീറ്റേഴ്സൺ എന്ന മട്ടിലാണ് മന്ത്രിയുടെ വിശദീകരണം. അദ്ദേഹം ഇതിൻ്റെ മാർക്കറ്റിംഗ് ടീം മാത്രമാണ്. 2024 അർജന്റീനയെ കേരളത്തിലേക്ക് ക്ഷണിക്കാനെന്ന പേരിൽ സ്പെയിനിൽ പോയ മന്ത്രി കണ്ടതും ജേഴ്സി കൈമാറിയതും AFA പ്രതിനിധി എന്ന് വിശേഷിപ്പിച്ചതും ഇതേ ലിയാൻഡ്രോ പീറ്റേഴ്സിനെയാണ്. മെസ്സി എന്നെങ്കിലും വരുമോ എന്ന ചോദ്യത്തിന് മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഒക്ടോബർ നവംബറിൽ കളിക്കുക, അതല്ലെങ്കിൽ നമ്മൾ സലാം പറയും, വേറെന്താ. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24. കരാർ ലംഘിച്ചത് കേരള സർക്കാർ എന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ചാറ്റ് 24 പുറത്തുവിട്ടതിന് പിന്നാലെ കായിക മന്ത്രിക്കെതിരെ പ്രതിപക്ഷം രംഗത്ത്. മെസ്സിയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ശ്രമം നടന്നു എന്നതടക്കമുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്നത്. അതേസമയം മന്ത്രിയെ പിന്തുണച്ച് മറ്റു മന്ത്രിമാർ രംഗത്തെത്തി. അർജന്റീൻ ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവ് കയ്യാലപ്പുറത്തായതോടെ മെസ്സി ഈസ് മിസ്സിംഗ് എന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പരിഹാസം. മെസ്സി ഈസ് മിസ്സിംഗ്. കേരള സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ചകൾ, അവകാശവാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു. മെസ്സി ഇല്ലെങ്കിൽ മന്ത്രി ഇറങ്ങി കളിക്കട്ടെ എന്ന് രമേശ് ചെന്നിത്തല. മെസ്സിക്ക് പകരം റഹ്മാൻ കളിക്കുന്നതാണ് നല്ലത്. മന്ത്രിയും സ്പോൺസറും തമ്മിലുള്ള ഒത്തുകളിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആരോപിച്ചപ്പോൾ മുൻ MLA VT ബൽറാം ഒന്നുകൂടി കടുപ്പിച്ചു. സ്പോൺസറെ തള്ളിപ്പറയാത്ത മന്ത്രിയെ തള്ളിപ്പറയാത്ത എന്താ സ്പോൺസർ? അപ്പോൾ ഒരു നുഖത്തിൽ വെച്ച് കെട്ടാവുന്ന രണ്ടുപേരാണ് ഈ സ്പോൺസറും മന്ത്രിയും. എനിക്കിത് സംശയിക്കാനുള്ളത് ഇത് നിയമവിരുദ്ധമായ ഏതെങ്കിലും ഇടപാടുകൾക്ക് വേണ്ടിയുള്ളൊരു മറയായിരുന്നോ എന്നുകൂടിയാണ്. ഇതിനിടെ അബ്ദുറഹ്മാനെ പിന്തുണയുമായി മന്ത്രിമാരായ V ശിവൻകുട്ടിയും ഗണേഷ് കുമാറും രംഗത്തെത്തി. മെസ്സി വരുന്നില്ലെങ്കിൽ ആ കാശ് ഉപയോഗിച്ചുകൊണ്ട് ഒരു 100 കോടി രൂപ മുടക്കി നമുക്കൊരു കേരളത്തിലാകെ ഒരു 100 സ്റ്റേഡിയം നിർമ്മിച്ചിട്ടാൽ അത് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനും എന്നും മെസ്സിയുടെ പേരും കൂടെ വേണമെങ്കിൽ കൊടുക്കാം. വിവിധ ബ്യൂറോകൾക്കൊപ്പം സ്പോർട്സ് ഡെസ്ക്, 24. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉപകരണ വിവാദം സമവായത്തിലേക്ക്. ഡോക്ടർ ഹാരിസ് ഹസനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് ആരോഗ്യവകുപ്പ് KGM-CTAക്ക് ഉറപ്പ് നൽകി. ഇനി വിവാദങ്ങൾക്കില്ലെന്നും മാധ്യമങ്ങളോടൊന്നും സംസാരിക്കരുതെന്നും സംഘടന നിർദ്ദേശം നൽകിയെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതികരിച്ചു. ഡോക്ടർ ഹാരിസ് ഹസനെ നേരിൽ കണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു പിന്നാലെയാണ് സമവായ നീക്കം. ഹാരിസ് ഹസനെ സംശയനിഴലിൽ നിർത്തി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം വ്യാപക വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പിന്നാലെ KGM-CTAയും വിഷയത്തിലിടപെട്ടു. ഫർദർ എൻക്വയറി ഇതിൽ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന എൻക്വയറിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതാണ്. മോഴ്സിലോസ്കോപ്പ് കാണാതായി എന്നത് മന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും തനിക്കെതിരെ ആരോപണമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്നും ഡോക്ടർ ഹാരിസ് ഹസൻ. മാഡത്തിന് അത് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, അത് എന്തോ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഉപകരണ വിവാദത്തിലെ അന്വേഷണ റിപ്പോർട്ട് DME ഇന്നലെ ഉച്ചയോടെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. റിപ്പോർട്ട് ഞാൻ സമർപ്പിച്ച സ്ഥിതിക്ക് അതിലെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്. വിവാദങ്ങൾക്ക് പിന്നാലെ ഒരാഴ്ച അവധിയിലായിരുന്ന ഡോക്ടർ ഹാരിസ് ഇന്ന് വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. 24 തിരുവനന്തപുരം. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ സഹോദരന്റെ ചേർത്തലയിലെ വീടിന്റെ പറമ്പിൽ പരിശോധന നടക്കുകയാണിപ്പോൾ. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, നിർണായക തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം, തെളിവെടുപ്പ് എങ്ങനെ അശ്വിൻ? രജിത്ത്, രണ്ടാം തവണയും സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷമാണ് ചേർത്തലയിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. ചേർത്തലയിൽ തന്നെയുള്ള സെബാസ്റ്റിൻ്റെ സഹോദരൻ ക്ലെമറ്റിൻ്റെ വീട് ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ വീട് പൊളിച്ചതാണ്. അതിനുശേഷം ഈ സ്ഥലം കാട് പിടിച്ച് കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം വീണ്ടും നടത്തിയ മൊഴി രേഖപ്പെടുത്തലിനിടെയാണ്, ചോദ്യം ചെയ്യലിനിടെയാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്, അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സ്ഥലം ഒരു പ്രാഥമിക പരിശോധന എന്നുള്ള നിലയിൽ ഇതിനകത്തേക്ക് പരിശോധന നടത്തുന്നത്. ഇവിടെയെല്ലാം വലിയ ഈ വീടുണ്ടായിരുന്നതാണ്, ചെറിയ മുറ്റം മാത്രമാണ് സ്ഥലത്തിനുണ്ടായിരുന്നത്. വർഷങ്ങളെ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലമാണ്. ഈ സഹോദരൻ ക്ലെമറ്റ് വിദേശത്താണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ കൂടി നാട്ടിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. നിലവിൽ പ്രാഥമികമായി ജൈനമ്മയുടെ മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലും വസ്തുക്കളോ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കുഴിച്ചു പരിശോധനയൊന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടാകില്ല. ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യലിൽ മറ്റ് വിശദമായ വിവരങ്ങൾ ലഭിച്ചാൽ ഇവിടേക്ക് എത്തി വിശദമായ പരിശോധന ഉണ്ടാകും. നേരത്തെ എത്തിച്ചതുപോലെ റഡാർ അടക്കം എത്തിച്ചുള്ള പരിശോധനയ്ക്കായിരിക്കും ശ്രമം നടക്കുക. എന്തായാലും അടുപ്പിച്ച് ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ശരി, സെബാസ്റ്റ്യന്റെ സഹോദരന്റെ ചേർത്തലയിലെ വീടിന്റെ പറമ്പിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുകയാണ്. അശ്വിൻ പാലാഴി വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയെന്ന് ഇന്ത്യ. പാകിസ്ഥാന്റെ 6 യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്ന് സ്ഥിരീകരിച്ച് വ്യോമസേനാ മേധാവി. ഇന്ത്യയുടെ കൈവശമുള്ള S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പാക് വിമാനങ്ങളെ തകർത്തതെന്നും വ്യോമസേനാ മേധാവി AP സിംഗ് വ്യക്തമാക്കി.
ബംഗളൂരുവിൽ നടന്ന പരിപാടിയിലാണ് വ്യോമസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ. പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങളും ഒരു വ്യോമ നിരീക്ഷണ വിമാനവും തകർത്തു. 2 വിമാനങ്ങൾ പറന്നിറങ്ങുന്നതിനിടെയാണ് തകർത്തതെന്നും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP Singh. Were the 7 targets that were very close to the border and LC, and they were to be taken on by Army with their integral weapons. They were the 2 main headquarter buildings, that is Bahawalpur and Muridke, headquarter complexes, not buildings, that were to be taken on by Indian Air Force. പാകിസ്ഥാന്റെ ഒരു വലിയ വിമാനം 300 കിലോമീറ്റർ ദൂരപരിധിയിൽ വെച്ചാണ് തകർത്തത്. ഡ്രോണുകളടക്കം പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളും സൈന്യം തകർത്തു. ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിക്ക് പിന്നാലെയാണ് പാകിസ്ഥാൻ DGMO തല ചർച്ചകൾക്ക് തയ്യാറായതെന്നും വ്യോമസേനാ മേധാവി പറഞ്ഞു. 24 ഡൽഹി. ഒഡീഷയിലെ ജാലേശ്വറിൽ മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തിൽ ബജ്രംഗ് ദൾ വാദങ്ങൾ പൊളിയുന്നു. മതപരിവർത്തനമല്ല, ആണ്ട് കുർബാനയാണ് വീട്ടിൽ നടന്നതെന്ന് ഗംഗാധർ ഗ്രാമത്തിലെ കുടുംബം 24നോട് പറഞ്ഞു. ആക്രമണം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ സഭാ നേതൃത്വവുമായി ആലോചിച്ച് മുന്നോട്ടു പോകുമെന്ന് ഫാദർ ലിജോ നിരപ്പേലും 24നോട് പ്രതികരിച്ചു. ഗംഗാധർ ഗ്രാമത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് വൈദികരും കന്യാസ്ത്രീമാരും ആക്രമിക്കപ്പെട്ടത്. മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ആക്രമണം. ഗംഗാധർ ഗ്രാമത്തിലെ പ്രാർത്ഥന നടന്ന സുരേന്ദ്രയുടെ വീടാണിത്. ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സുരേന്ദ്ര ഇങ്ങനെ മറുപടി പറഞ്ഞു. ആണ്ട് കുർബാന കഴിഞ്ഞ് മടങ്ങിയ വൈദികരെ ആക്രമിക്കുന്ന വിവരമറിഞ്ഞ് കുടുംബം ഓടിയെത്തി. തടയാനെത്തിയ സ്ത്രീകൾ അടക്കമുള്ളവർക്കും മർദ്ദനമേറ്റു. हमने जब फादर को बचाने के लिए गया तो हमने वो ठेल के हमारे को दूर कर लिया. നടുക്കത്തിൽ നിന്ന് സിസ്റ്റർമാരായ എലേസ, മോളി എന്നിവർ ഇപ്പോഴും മുക്തരായിട്ടില്ല. പുള്ളി ശരിക്കും അടിച്ചു. പുള്ളിയുടെ ഇട്ടിരുന്ന ഷർട്ടെല്ലാം വലിച്ചു കീറി. നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ കൂടുതൽ ഭീഷണി ഉണ്ടാകുമെന്ന ഭയമാണ് ജാലേശ്വറിലെ സെന്റ് തോമസ് പള്ളിയിലേക്ക് എത്തിയ 24 സംഘത്തോട് ഫാദർ ലിജോ നിരപ്പേൽ പങ്കുവച്ചത്. FIR ഫയൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ലീഗൽ പ്രോസസ്സും കോംപ്ലിക്കേഷൻസ്, പിന്നെ ഞങ്ങളൊരു മൈനോറിറ്റിയാണ് ഇവിടെ. ഛത്തീസ്ഗഡിലെ ദുർഗിലേതുപോലെ പ്രാഥമികമായ ഒരു തെളിവ് പോലും ഇല്ലാതെ ഉയർന്ന ആരോപണമാണ് ഇതും. ഭീഷണി നിലനിൽക്കുന്നതിനാൽ നിയമ നടപടികൾ കരുതലോടെ മതി എന്നതാണ് സഭാ നേതൃത്വത്തിന്റെ നിലപാട്. ഒഡീഷയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിൽ 5ാം ദിവസവും കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. 700ഓളം പേരെ പ്രശ്നബാധിത മേഖലകളിൽ നിന്നും മാറ്റി. ദുരന്തബാധിതർക്ക് ഉത്തരാഖണ്ഡ് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ദരാലിയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. പ്രധാനമായും രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ഒരു വെല്ലുവിളി. നിലവിലിപ്പോൾ ഇവിടെ ഉള്ളത് 2 JCBകൾ മാത്രമാണ്. മറ്റൊരു ചെറിയ തെരച്ചിൽ യന്ത്രവും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പ്രദേശത്ത് ഏതാണ്ട് 70ഓളം കെട്ടിടങ്ങൾ നിന്നിരുന്ന ഒരു പ്രദേശത്താണ് ഈ ദുരന്തം പാടെ കാർന്നെടുത്തു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ മുഴുവൻ തെരച്ചിൽ നടത്താൻ കഴിയുന്നില്ല. ഇപ്പോഴും 50ഓളം പേരെ കാണാനില്ല എന്നാണ് ഔദ്യോഗികമായി സർക്കാർ നൽകുന്ന കണക്ക്. എങ്കിൽ ഈ മേഖലയിൽ നേപ്പാളിൽ നിന്നുള്ള 30ലധികം പേർ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികൾ നിരവധി പേർ ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. പല ഹോട്ടലുകളുടെയും പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ 100ഓളം തൊഴിലാളികൾ തന്നെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ, ഈ പ്രദേശവാസികൾ പറയുന്നത്. കൂടാതെ ഈ മേഖല എന്നുള്ളത് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇതോടൊപ്പം തന്നെയാണ് ഈ ദരാലി ഗ്രാമം ആപ്പിൾ അടക്കമുള്ള ഫലവർഗ്ഗങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ്. ഇവയുടെ കൃഷിയാണ് ഈ മേഖലയിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് തന്നെ അവ കൊണ്ടുപോകാൻ എത്തുന്നതും പാക്ക് ചെയ്യാനുമായി എത്തുന്ന തൊഴിലാളികൾ അടക്കമുള്ളവർ ഇവിടെ ഈ അപകട സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും സൈന്യത്തിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. മനുഷ്യസാധ്യമായ തരത്തിലുള്ള തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ നടത്തിയിരുന്നു. എന്തായാലും ഇവിടേക്കുള്ള റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും മറ്റ് വയർലെസ് സംവിധാനവും ടെലികമ്മ്യൂണിക്കേഷനും ഭാഗികമായി പുനഃസ്ഥാപിക്കാനും കഴിഞ്ഞിരിക്കുന്നു. ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ദരാലി. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. മധ്യകേരളത്തിലും മലയോര മേഖലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ ലോകം. ഡൊണാൾഡ് ട്രംപ് വ്ളാദിമിർ പുടിൻ കൂടിക്കാഴ്ച ഈ മാസം 15-ന് അലാസ്കയിൽ. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ സുരക്ഷാമിത്രം പദ്ധതിയുമായി സർക്കാർ. കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി പ്രതിരോധിക്കും. സ്കൂളുകളിൽ ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് ശമ്പളം നൽകരുതെന്ന VC-യുടെ നിർദ്ദേശം നടപ്പാക്കി യൂണിവേഴ്സിറ്റി. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെയും നൽകിയില്ല. ഹൈക്കോടതി വിധിക്ക് ശേഷം തുടർ നടപടിയെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ആലപ്പുഴ കീച്ചേരിക്കടവ് പാലം നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ നടപടിയുമായി പൊതുമരാമത്ത് വകുപ്പ്. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവ്. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ച് കത്തോലിക്ക കോൺഗ്രസ്. സമരം മറ്റൊരു സ്വാതന്ത്ര്യ സമരമായി മാറുമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമജിയോസ് ഇഞ്ചനാനിയൽ. കന്യാസ്ത്രീകൾക്കും വൈദികർക്കുമെതിരായ സംഘപരിവാർ ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി താമരശ്ശേരി ബിഷപ്പ് മാർ റെമജിയോസ് ഇഞ്ചനാനിയൽ. ക്രൈസ്തവർ യൂറോപ്പിലേക്ക് പോകണമെന്നാണോ മോദി സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് വിമർശനം. സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശത്തിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ്. കോൺക്ലേവിൽ പ്രതിഷേധമുന്നയിച്ച പ്രതിനിധികളുടെയും പരാതിക്കാരുടെയും മൊഴി രേഖപ്പെടുത്തും. കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് വയോധികരായ സഹോദരിമാരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒപ്പം താമസിച്ചിരുന്ന ഇളയ സഹോദരൻ പ്രമോദിനെ കാണാതായി. പ്രമോദിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ്. ഡൽഹി ഹരിനഗറിൽ കനത്ത മഴയെ തുടർന്ന് മതിലിടിഞ്ഞു വീണ് 2 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചു. 8 പേരെ രക്ഷപ്പെടുത്തി. യമുനാ നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലെത്തിയതോടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. പാർട്ടി നേതാക്കൾ ജ്യോതിഷിയെ കണ്ടെന്ന സംസ്ഥാന സമിതിയിലെ വിമർശനത്തെ പ്രതിരോധിച്ച് CPIM നേതാക്കൾ. തെരഞ്ഞെടുപ്പ് കാലത്തും മറ്റും ജ്യോതിഷിമാരെ പോലുള്ളവരെ കാണുന്നതിൽ എന്താണ് തെറ്റെന്ന് മുതിർന്ന നേതാവ് AK ബാലന്റെ ചോദ്യം. ജ്യോതിഷിയെ കണ്ട വിഷയത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്ന് P ജയരാജനും പ്രതികരിച്ചു. വ്യാഴാഴ്ച നടന്ന CPIM സംസ്ഥാന സമിതി യോഗത്തിലാണ് നേതാക്കൾ ജ്യോതിഷിയെ കാണുന്നത് സംബന്ധിച്ച് കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് വിമർശനമുന്നയിച്ചത്. സംസ്ഥാന സമിതിയിലെ വിമർശനം 24 പുറത്തുവിട്ടതോടെ പാർട്ടിക്ക് പുറത്തും വിഷയം വലിയ ചർച്ചയായി. വൈരുദ്ധ്യാത്മീയ ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷിയെ കാണാൻ പോകുന്നതെന്ന കണ്ണൂർ നേതാവിന്റെ ചോദ്യമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. വിവാദം കത്തിപ്പെട്ടതിന് മുമ്പേ പ്രതിരോധിക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ താല്പര്യം. അവരും നമ്മുടെ കുടുംബക്കാരല്ലേ, അവരും മനുഷ്യരല്ലേ, അവരെ സമൂഹത്തിൽ നിന്ന് തള്ളേണ്ട ആൾക്കാരാണ്. ഇനി അവരെടുക്കെ പോയി സംസാരിച്ചു പോയി നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പോകും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കണ്ണൂരിലെ മുതിർന്ന നേതാക്കൾ ഒരാളായ P ജയരാജനും ജ്യോതിഷ വിമർശനത്തെ പ്രതിരോധിക്കാൻ രംഗത്തുണ്ട്. സംസ്ഥാന സമിതിയിൽ ഈ വിഷയത്തിൽ ചർച്ച നടന്നിട്ടില്ലെന്നാണ് P ജയരാജന്റെ ഒഴുക്കിൽമട്ടിലുള്ള പ്രതിരോധം. അത്തരത്തിലുള്ള യാതൊരു വിമർശനവും കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിരുന്നില്ല. MV ഗോവിന്ദൻ മാഷ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറം ഞാൻ വ്യക്തമാക്കേണ്ടതില്ല. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പയ്യന്നൂരിലെ പ്രമുഖ ജ്യോതിഷ പണ്ഡിതൻ മാധവ് പൊതുവാളിനെ കാണുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതാണ് പാർട്ടി സംസ്ഥാന സമിതിയിലെ വിമർശനത്തിന് പ്രേരണയായതെന്നും പറയപ്പെടുന്നു. 24 തിരുവനന്തപുരം. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഈ റിപ്പോർട്ടോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്.